നമസ്കാരം. കേരളത്തിന്റെ ഉള്ളുപൊട്ടി ഒഴുകുകയാണ്. പുഞ്ചിരിമട്ടത്തെ ആ ഉരുൾപൊട്ടൽ, അതേ തുടർന്നുണ്ടായ ആ വലിയ മുറിവിൽ നിന്നും കരകയറാൻ കഴിഞ്ഞിട്ടില്ല നമുക്കിതുവരെയും. കേരളത്തെ നടുക്കിയ വയനാട് മുണ്ടകൈ ചുരൽമല ഉരുൾപൊട്ടലിൽ മരണം 135. 100-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. മുണ്ടകൈ കേന്ദ്രീകരിച്ചുകൊണ്ടാകും ഇന്നത്തെ തെരച്ചിൽ ഊർജിതമായി നടക്കുക. 200-ലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. രണ്ടാം നാളിലെ തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഒറ്റപ്പെട്ട മേഖലയിലേക്ക് കൂടുതൽ സൈന്യമെത്തും. ചാലിയാർ പുഴയിലും ഇന്ന് തെരച്ചിൽ നടക്കും. എത്രയും വേഗം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ നടപടികൾ ഊർജിതമായി നടക്കുന്നുണ്ട്. ഇതിനായി ആശുപത്രികളിൽ കൂടുതൽ സജ്ജീകരണം ഒരുക്കും. രക്ഷാപ്രവർത്തനം വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും പ്രത്യേക യോഗം ചേരും. വി അരുണും CV അനുമോദുമാണ് ചേരുന്നത്. തത്സമയം ചേരുക നമ്മോടൊപ്പം. എന്തായാലും വയനാട്ടിലെ ആ വലിയ ദുരന്തം കേരളത്തിലെ മഹാദുരന്തമായി മാറുന്നു. ഇതുവരെയും നമ്മൾ നേരിട്ടിട്ടില്ലാത്ത, ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഉരുൾപൊട്ടൽ ആണ് കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റക്കെട്ടായി നമ്മൾ അതിനെ നേരിടുകയാണ്. ഏറ്റവും ഭീതിതമായിട്ടുള്ള സാഹചര്യത്തെ കരളുറപ്പോടുകൂടി നേരിടാനുള്ള ശ്രമത്തിലാണ് നമ്മൾ മലയാളികൾ. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അത് ഓരോന്നും ഭീതിതമാണ്, ഓരോന്നും നെഞ്ചുലയ്ക്കുന്നതാണ്. ഒരുപാട് മൃതദേഹങ്ങൾ ആ മണ്ണിനടിയിൽ നിന്നും രക്ഷാപ്രവർത്തകർ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളൊക്കെ ഇനിയും നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സാഹചര്യം. രക്ഷാദൗത്യം അത് രാവിലെ അല്പസമയത്തിനകം വീണ്ടും പുനരാരംഭിക്കും. CV അനുമോദ് ചേരുന്നു വയനാട്ടിൽ നിന്ന്. അനുമോദ് ഇപ്പോൾ ഏത് ഭാഗത്താണുള്ളത്? രക്ഷാപ്രവർത്തനം അത് രാവിലെ പുനരാരംഭിക്കാൻ ആയോ? നമ്മളിപ്പോൾ ചുരൽമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടേക്ക് ഈ രക്ഷാ ദൗത്യത്തിനായിട്ട് വലിയ ട്രെയിനുകളും അതുപോലെ JCBകളും എക്സ്കവേറ്ററുകളും തുടങ്ങി വലിയ സംവിധാനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടേക്ക് ഈ വലിയ സംവിധാനങ്ങൾ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് ഉറപ്പുള്ള പാലം നിർമ്മിക്കണം. അപ്പോൾ മിലിറ്ററിയുടെ നേതൃത്വത്തിൽ അതിനുള്ള സംവിധാനങ്ങളും ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആദ്യം ഈ വാഹനങ്ങൾ കടന്നു പോകാനുള്ള വഴി നിർമ്മിക്കലായിരിക്കും പ്രധാനപ്പെട്ട ദൗത്യം. അതിനുശേഷമായിരിക്കും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന തെരച്ചിലിന് വേണ്ടി മുണ്ടക്കൈയും അതുപോലെ നേരത്തെ കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിലേക്കും സംവിധാനങ്ങൾ കൊണ്ടുപോകുക. രാവിലെ 6 മണിയോടെ തന്നെ ഈ നടപടികൾ തുടങ്ങുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകളെ എത്തിച്ചേർന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്ത മേഖലകൾ കേന്ദ്രീകരിച്ചു കൂടി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പലരും ഒറ്റപ്പെട്ട് കിടക്കുന്ന പല ഇടങ്ങളുമാണുള്ളത്. അവരിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളേക്ക് എത്തിച്ചേരാനുള്ള നടപടികൾ കൂടി ഉണ്ടാകും. ഇതിൽ ഈ മേഖലയിലേക്ക് നമുക്കറിയാം, ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒരു ഭൂഘടന മുഴുവൻ മാറിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ അപകടകരമായ സാഹചര്യമുണ്ട്. അപ്പോൾ എത്രത്തോളം ഈ JCB എസ്റ്റിമേറ്റർ പോലെയുള്ള ഭാരമേറിയ സംവിധാനങ്ങൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. കാരണം ഇന്നലെ വളരെ ബുദ്ധിമുട്ടിയാണ് രക്ഷാ പ്രവർത്തകർ ഈ പല മേഖലകളിലേക്കും ചെന്നിട്ടുള്ളത്. അവിടെയെല്ലാം ആളുകൾ മണ്ണിനടിയിലും വലിയ പാറക്കെട്ടുകൾക്ക് അടിയിലും മരക്കൂട്ടങ്ങൾക്ക് താഴെ ഉണ്ടാകാനുള്ള സാധ്യത അവർ പങ്കുവച്ചിരുന്നു. മാത്രമല്ല, എത്ര അടി താഴ്ചയിലാണ് ഇതൊക്കെ ഇത്തരത്തിലുള്ള മണ്ണും കല്ലുമൊക്കെ വന്ന് പതിച്ചിട്ടുള്ളത് എന്നും പറയാൻ കഴിയില്ല. അപ്പോൾ വലിയ ഒരു ദൗത്യം തന്നെയാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. ഇതിൽ എവിടെ തുടങ്ങണം, എവിടെ നിന്ന്
ഈ നടപടികൾ ആരംഭിച്ച് ഏത് മേഖലയിലേക്ക് പോകണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. പെട്ടിമുടിയോ അത് കവളപ്പാറയോ പോലെയല്ല. അവിടെയൊക്കെ ഏതെങ്കിലും 1 or 2 മേഖലകളിലായിരുന്നു ഇതിന്റെ ദുരിതമെങ്കിൽ ഇത് 15 കിലോമീറ്റർ